അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ ഓരോ ഉമ്മമാർക്കും അതുപോലെ ഉമ്മയാകാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. മക്കളില്ലാത്ത ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അവർക്കൊക്കെയും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നതാണ്. അള്ളാഹുവിനോട് ഏത് കാര്യവും നമ്മൾ ആത്മാർത്ഥമായി ചോദിച്ചു കഴിഞ്ഞാൽ ആ റബ്ബ് നമ്മളെ ഒരിക്കലും കൈവിടില്ല, അത് ഉറപ്പാണ്. മക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു നിധിയാണ്, ധനമാണ് അല്ലേ. ആ മക്കളുടെ ഓരോ വളർച്ചയും നമ്മൾ അത്രമാത്രം സന്തോഷം തരുന്നതാണ്. നല്ല സ്വാലിഹായ മക്കളായി വളരാനും അതുപോലെ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാവാനും ഒക്കെയാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. പടച്ച തമ്പുരാൻ അതിനൊക്കെ നമ്മളെ അനുഗ്രഹിക്കട്ടെ, ആമീൻ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാനും സ്വാലിഹായ മക്കളുണ്ടാവാനും അതുപോലെ ഉള്ള മക്കൾ നന്നായി വളരാനും നല്ല മോനായി വളരാനും ഒക്കെ വേണ്ടിയിട്ടുള്ള 3 ദ്വായാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ദ്വാ, റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. അടുത്തതായി രണ്ടാമത്തെ ദ്വാ ഏതാന്ന് നോക്കാം. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വസുരിയാത്തിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഒന്നുകൂടെ പറയാം. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വസുരിയാത്തിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മൂന്നാമത്തെ ദ്വാ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉദ് ദുആ. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉദ് ദുആ. ഈ 3 ദ്വായും ഞാൻ സ്ക്രീനിൽ ഓരോന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കൂടി അതിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും മക്കൾക്ക് വേണ്ടിയിട്ടും മക്കളുണ്ടാവാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു ദ്വാ നമ്മൾ ദിവസേന ചൊല്ലി നോക്കുക. പടച്ച തമ്പുരാന് അതിനുള്ള മക്കളുണ്ടാവാനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും തരട്ടെ. നല്ല സ്വാലിഹായ മക്കളെ അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. അവരുടെ സ്വഭാവത്തിൽ നല്ല മക്കളായി വളരാനും സ്വാലിഹായി വളരാനും അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.